അവരുടെ ബോഡി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവർ അത് സെല്ല് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുന്നത് കൊണ്ടൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇന്നർ വെയേഴ്സ് അത് സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ് മാർക്കറ്റിൽ? അല്ലാതെ ഒരു ചുരിദാർ എടുത്തിട്ടിട്ട് വന്നിട്ട് ഇന്നർ വെയേഴ്സ് നമുക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതങ്ങനെയാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അതിനെ സെക്ഷുവലൈസ് ചെയ്ത് കാണുന്ന നിങ്ങളുടെ മനസ്സാണ് പ്രശ്നം. അതെ അതെ, ചേച്ചി ഷെട്ടിയുടെ പരസ്യമായിട്ടാണ് ചേച്ചിയെ കമ്പയർ ചെയ്തോണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്റെ വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഉറുമ്പ് അടിക്കും, ഉള്ള കാര്യം പറയാം. എന്തായാലും ലൈക്ക് ചെയ്തിട്ട് വേണം പോവാൻ. അപ്പൊ ലൈക്ക് ചെയ്തൊക്കെ കാണുന്നതിനിടയ്ക്ക് നമ്മുടെ ഈ ചേച്ചി അറിയാലോ, പാർപ്പിലോൺ അശ്വിനി ചേച്ചിയാണ് ഈ ചേച്ചി. ഈ ചേച്ചി മൂഞ്ചിരിക്കുകയാണ്. ഏതാണ്ട് 1 കോടിക്ക് മേളിൽ വരുമാനമുള്ള ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് അടിച്ചു പൂട്ടിയിരിക്കുകയാണ് ഗായ്സ്. ഇടയ്ക്ക് എങ്ങാണ്ട് പോയി പട്ടാളക്കാരന്മാരെ ഒന്ന് ചൊറിഞ്ഞതേ ഉള്ളൂ. അതോടെ കിട്ടി അമ്മച്ചിയുടെ മാവുങ്കലം എന്ന് പറയുന്ന പോലെ ആടി തിരിച്ചടി. അതായത് നമ്മുടെ ടോളിൽ പോയിട്ട് ആർമിക്കാരന്റെ ID കാർഡൊക്കെ എടുത്തിട്ട് മാസ് കാണിച്ച് അങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട്. ചേച്ചി മാസാണ് ഉദ്ദേശിച്ചത്. ഇതും പോരാഞ്ഞിട്ട് ഏതോ ഒരു പഴയ എക്സ് മേജർ ആയിട്ടുള്ള ഒരാൾ വന്നിട്ട് അതിൻ്റെ അകത്ത് കമന്റ് ചെയ്തായിരുന്നു, എന്റെ പൊന്നുമോളെ ഇതെടുത്ത് കളാൻ നിനക്ക് പണി കിട്ടും, ഇത് ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ. പോടാ, താനെ ആടാടോ, താനെ അത് കളവനാ, താനെ റിട്ടയർ അല്ലേ, പോയി ഇരുന്ന് കസേര ഇരുന്ന് ആടിക്കോ എന്നുള്ള രീതിയിൽ ഊക്കി വിട്ടായിരുന്നു ചേച്ചി. ഊക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ 2 ദിവസത്തിനകത്ത് 1 കോടിക്ക് മേളിൽ വരുമാനമുള്ള ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് അങ്ങോട്ട് പൂട്ടി. കഥ എന്ന് തന്നെ പറയേണ്ടി വരും. ഇമാതിരി അപരാധങ്ങൾ കാണിക്കുന്ന ടീംസിനെ ഒരിക്കലും വച്ചുറപ്പിക്കാൻ പാടില്ല. വച്ചുറപ്പിക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബാഡ് മെസ്സേജ് ആണ്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ അതിലോട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി ഷെഡിയുടെ പരസ്യമായിട്ടും ജിമ്മന്മാരായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ്, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ഒരു അറിവെന്ന് നോക്കാം. ചേച്ചി ഒരു കില്ലാടി തന്നെ. എന്തായാലും അക്കൗണ്ട് പോയതിന്റെ വിഷമം നല്ലപോലെ മുഖത്തുണ്ട്. കാണും, ഇല്ലെന്നൊന്നും പറയില്ല. 1 കോടിക്ക് മേളിൽ വരുമാനമുള്ള അക്കൗണ്ട് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മന്ത്ലി. ഓക്കെ, അക്കൗണ്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ജീവിച്ചിരിക്കുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ ഇതൊന്ന് കരിഞ്ഞരിഞ്ഞ് ചത്ത എന്നുള്ള കാര്യം പറയാം. എന്തായാലും ചേച്ചി പേടിക്കട്ടെ. പഴയ അതേ ഒരു മൂടുണ്ടല്ലോ, ഏത് ഉണ്ടല്ലോ. അതുകൊണ്ട് ചേച്ചിക്ക് ഇനിയും കയറി വരാൻ പറ്റും. എല്ലാ സംഭവങ്ങളും അവിടെ തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് വീണ്ടും ചേച്ചിക്ക് ഇവിടുത്തെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കഴിപ്പണം കെട്ട കാമക്കടവുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ഇട്ട് വീണ്ടും കയറി വരാം. സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ ഒന്ന് ഓണായിക്കോട്ടെ. ചേച്ചി പേടിക്കാതെ. എന്തിനാണ്? തളരരുത് രാമൻകുട്ടി, തളരരുത്. എന്തായാലും ചേച്ചി ഇന്റർവ്യൂ തുടങ്ങിയട്ടെ. ഒരുപാട് ഡ്രാമ നടക്കാറുണ്ട്. അത് കുറച്ചൊക്കെ അവർ തന്നെ എടുത്തിടുന്നതാണെന്ന് പറയാം. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള ഡ്രാമ ഉണ്ടല്ലോ, അത് ഇത്തിരി ഹോട്ടാകാം, കുറച്ച് സ്പൈസി ആകാം, ചിലപ്പോൾ കുറച്ച് ഫണ്ണാകാം. എന്നാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഡ്രാമ അല്ലെങ്കിൽ ട്രോള്, റോസ്റ്റ് ഈ രീതിയിൽ ഇപ്പോൾ നിലവിൽ കേരളം കത്തിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതെ, കേരളം കത്തിച്ചില്ല, സ്വയം കത്തിപ്പോയി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. കേരളം കത്തിക്കാൻ ശ്രമിച്ച് സ്വയം കത്തിപ്പോയി, അതാണ് സംഭവിച്ചത്. ആങ്കർ ചേച്ചി പറഞ്ഞതിൽ ഒരു ഫോൾട്ട് ഉണ്ട് കേട്ടോ. നിലവിൽ കേരളം കത്തിക്കാൻ ശ്രമിച്ച് കേരളം കത്തിയില്ല, അവര് കത്തി, അതാണ് സംഭവിച്ചത്. പിന്നെ ബിഗ് ബോസിലോട്ട് പറ ചേച്ചി, നമ്മളെ പർപ്പിളോൺ ചേച്ചി പറ. ഈ വ്യക്തി നമ്മുടെ ബിഗ് ബോസിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് ചോദിക്കാം. ഏതായാലും ബിഗ് ബോസിലേക്ക് വരുന്നുണ്ടെന്നുള്ള കുറച്ച് റൂമേഴ്സ് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. കാരണം ഹിറ്റ് ആയി കഴിഞ്ഞാൽ ബിഗ് ബോസിലേക്കാണ്. അതെ, ഇവിടെ എന്തെങ്കിലും അപരാധങ്ങൾ കാണിച്ച് നാട്ടുകാരെ തള്ളക്കിളിയും കേട്ട് കയറി പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീറ്റ് നേരെ ബിഗ് ബോസിലാണ്. ബിഗ് ബോസ് അങ്ങനെയുള്ള ആൾക്കാരെ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കണം. എന്തരെല്ലാം കൊള്ളാടെ, നടക്കട്ടെ, ചെറുക്കട്ടെ. പക്ഷെ ഒരു കാര്യം, പർപ്പിൾ ചേച്ചി ഒന്ന് കരഞ്ഞുകൂടായിരുന്ന ഇന്റർവ്യൂവിൽ? ഒന്ന് പൊട്ടി കരഞ്ഞുകൂടായിരുന്ന? എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നു? എനിക്ക് തന്നെ കണ്ടപ്പോ വിഷമം തോന്നി. നിങ്ങൾ കരയാത്തതിൽ ഒരു വിഷമം. പോട്ട് ചേച്ചി പറ. അപ്പൊ ബിഗ് ബോസിലേക്ക് ഉണ്ടോ എന്ന് ചോദിക്കാം. വേറെ ആരുമല്ല, പർപ്പിൾ അശ്വനി. വെൽക്കം അശ്വനി. താങ്ക് യു. അപ്പൊ അളിയാ, നമ്മള് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ. സത്യത്തില് ഞങ്ങൾ തമ്മിലൊരു സീക്രട്ട് ഉണ്ട്. ഞങ്ങള് +1 +2 ഒന്നിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ് ഗൈസ്. അപ്പൊ ശരിക്കും എനിക്ക് നിന്നെ യൂണിഫോം ഇട്ട് നല്ല ആ ഒരു ഓർമ്മയുണ്ട്. ആ ടൈമിൽ നീ നല്ല കോൺട്രവേഴ്സി. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലെന്നേ ഉള്ളൂ. അതെ, അപ്പൊ ഇന്നല്ല, യൂണിഫോം ഇട്ട ടൈമിലെ കോൺട്രവേഴ്സിയാണ് നമ്മുടെ അശ്വിനി ചേച്ചിയുടെ മെയിൻ. അപ്പൊ അന്ന് എന്തായിരുന്നു കോൺട്രവേഴ്സി? അന്ന് എന്താ യൂണിഫോം ഇട്ട ടൈമിൽ കോൺട്രവേഴ്സി. അപ്പൊ സ്കൂളിൽ ചെറിയൊരു കില്ലാടി ആയിരുന്നു അല്ലേ എന്ന് ഊഹിച്ചു ഞാൻ തന്നെ. നിങ്ങൾ പൂരിപ്പിച്ചോ? എന്തായാലും ചേച്ചി അന്നേ ഒരു കില്ലാടിയാണ്. ഇന്ന് മെമ്പർഷിപ്പിൽ എത്തിയാൽ അതിശയൊന്നുമില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴേ കില്ലാടി ആയിരുന്നു എന്നാണ് സഹപാഠി പറയുന്നത്. കൊള്ളാം, നല്ല സഹപാഠി, അടിപൊളി സഹപാഠി. ഇങ്ങനെ ഒരു സഹപാഠിയെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്ര കാലം സഹിച്ചു എന്ന് എനിക്കറിയില്ല. എന്തായാലും സഹപാഠി തന്നെ അടിച്ചണ്ണാക്കി തന്നിട്ടുണ്ട് നൈസായിട്ട്. അന്നേ നീ ഒരു വിവാദ റാണിയാണടി. ഇന്നും അതിനൊരു കുറവുമില്ല. എന്തായാലും കുറെ പേർക്ക് കണ്ണടി ഉണ്ടായിരുന്നു കേട്ടോ, ഇവർക്ക് ഇത്ര പൈസ കിട്ടുന്നല്ലോ എന്ന്. സീരിയസ്ലി എനിക്ക് കണ്ണടിയൊന്നും ഇല്ലായിരുന്നു. എനിക്കുണ്ടായിരുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവക്ക് പൈസ കിട്ടിയ എനിക്കിപ്പം എന്റെ വീട്ടിൽ അരി വേവത്തില്ല. അതുപോലെ എനിക്ക് പൈസ കിട്ടിയെന്ന് വെച്ചാൽ അവളെ വീട്ടിൽ അരിയും വേവത്തില്ല.
അതല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. കുറെ പേര് അങ്ങനെ പറയാറുണ്ട്, പൈസയുടെ കേസ് പറഞ്ഞ് അസൂയ എല്ലാടാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിന്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് പൈസ കിട്ടിയാൽ അവർക്ക് കൊള്ളാം, നിനക്ക് പൈസ കിട്ടിയാൽ നിനക്ക് കൊള്ളാം, കാണുന്ന നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ നിങ്ങൾക്ക് കൊള്ളാം, ഓട്ടോ. പക്ഷെ നമ്മൾ സമൂഹത്തിലോട്ട് കൊടുക്കുന്ന ആ ഒരു ട്രാക്ക് ഉണ്ട്, അത് വെരി റോങ് ആണ്. ഈ പറയുന്ന ഇവള് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആര്, അശ്വിനി, അവൾ കൊടുക്കുന്ന ആ ഒരു ട്രാക്ക് വെരി റോങ് ആണ്. അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് പൊതുസമൂഹത്തിലോട്ട് വിടാൻ പറ്റത്തില്ല. പിന്നെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കകത്ത് ഇതൊക്കെ പോയി കഴിഞ്ഞാൽ കഥം, ഞാൻ ഉള്ള കാര്യം പറയാം, വലിച്ചീറി ഒട്ടിക്കും. അതുകൊണ്ട് പോവാതിരിക്കുന്നതായിരിക്കും ചേച്ചിക്ക് നല്ലത്. പഴയ വീഡിയോകളെല്ലാം ഒന്നുകൂടി ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. പോട്ടെ ചേച്ചി പറ. ഒരു 2013-12 ഓ വയസ്സൊന്നും അറിയരുത്. ഓ നമ്മുടെ അശ്വിനി ചേച്ചിയുടെ വയസ്സാരും അറിയരുതേ എന്ന് പറഞ്ഞ് ഇയറ് പറയല്ലേ. കാരണം വയസ്സറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിളവന്മാരെല്ലാം കൂടി പിന്നെ സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ പോയാലോ എന്നായിരിക്കും. എന്നാലും ഈ പറഞ്ഞ റേഞ്ച് വെച്ചിട്ട് 30+ ആണ് അശ്വിനി, അത് ഉറപ്പാണ്. 12-13 ആ ഒരു റേഞ്ചിൽ പറയുമ്പോൾ എന്തായാലും 30+ ആണ്. ഒരു 32-34 വയസ്സെങ്കിലും വരും. കുഴപ്പമില്ല, 34 എന്ത് ഇപ്പൊ ഏജ് ഇസ് ജസ്റ്റ് നമ്പർ. ലുക്ക് വൈസിൽ അശ്വിനി ആരാ കില്ലാടി അല്ലേ. എത്ര കാമക്കടുവകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അശ്വിനിയാണ്. നീ ഒരു കില്ലാടി തന്നെ, കില്ലാടി. എന്തായാലും അക്കൗണ്ട് പോയതിൽ സന്തോഷം. ഇതുപോലത്തെ അപരാധങ്ങൾ ഇനി ഒന്നും കാണാൻ എനിക്ക് വയ്യാത്തോണ്ടാ പറയുന്നത്. ഒരെണ്ണം കൂടി ഇനി പോകാണ്ട്, റെനാസുന. അതിന്റെ സബ്സ്ക്രിപ്ഷനും കൂടി പൂട്ടി കെട്ടി കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കും. സത്യമുള്ള കാര്യമാണ്, അമ്മച്ചാണ്. പ്രതീക്ഷിച്ച കാര്യമല്ല. അതായത് ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനിലേക്ക് ഞാൻ പ്ലാൻഡ് ആയിട്ട് വന്നൊരു സംഭവമല്ല. ഇപ്പോൾ അത്യാവശ്യം റീച്ചുള്ള ഒരു അക്കൗണ്ടിൽ മോണിറ്റൈസേഷൻ വരും, അതിൻ്റെ ഫീച്ചർ മെറ്റ കൊടുക്കും. അപ്പോൾ ഞാനും ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഒരു വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു, പ്രൊഫൈൽ മോണിറ്റൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട്, ആയിന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അത് യൂസ് ചെയ്ത്. ഇപ്പം എല്ലാവർക്കും അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പലരും പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ ഇത് പറ്റൂ. എത്രയോ പുരുഷന്മാർക്കുണ്ട് 50-60 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇത്രയും കൗണ്ട് ഇല്ലെങ്കിലും ഞാനും തുടങ്ങിയ സമയത്ത് 50-60 വരുന്നു, അല്ലാതെ ഒറ്റയടിക്ക് 30,000-ലേക്ക് വന്നതല്ല. തുടങ്ങിയപ്പോൾ ആദ്യം ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു, പിന്നെ അത് 2 ആയി 3 ആയി. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഈ പുരുഷന്മാർക്കും തുടങ്ങാം, അവർക്കും അതിൽ എന്താണോ നിങ്ങൾക്ക് കഴിവുള്ളത് ആ കഴിവ് നിങ്ങൾക്ക് അതിൽ ഇട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കൗണ്ട് ഇൻക്രീസ് ചെയ്യാം. അതെ, കഴിവുള്ള കഴിവേറികൾ, ഞാനൊന്നും പറയുന്നില്ല. എന്റെ പൊന്നു ചേച്ചി ഇങ്ങനെ മോട്ടിവേഷൻ തന്ന നാളെ മുതൽ ഞാൻ ഷെഡിയിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. എനിക്ക് എന്റെ ഷെഡിയിട്ടുള്ള ഡാൻസ് ചെയ്യണം ഒരു പട്ടിയും വരത്തില്ല. ചേച്ചി ഒന്ന് ഷെയർ ചെയ്ത് തരുമോ? അയ്യോട്ടോ, ഹിന്ദുവാടാ, പുരുഷന്മാർക്ക് വേണമെങ്കിൽ തുടങ്ങാന്ന്. അയ്യേ ഇടയ്ക്കൊരു നെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്റർവ്യൂ കണ്ട് ക്ഷീണം തീർന്നിരിക്കുമ്പോഴാണ് ചേച്ചി വന്നിട്ട് അടുത്ത മോട്ടിവേഷൻ, പുരുഷന്മാർക്കും തുടങ്ങാൻ സബ്സ്ക്രിപ്ഷൻ. ഞാൻ നാളെ മുതൽ ഷെഡി ഡാൻസ് തുടങ്ങാൻ പോണ്. ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യോ? ഞാനൊരു 599 രൂപ ഇടാം മാസം. സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ വീഡിയോ ഒക്കെ കാണോ? ഹിന്ദുവാ ചേച്ചി. ഞാനൊരു കാര്യം പറയാം, പെണ്ണുങ്ങൾ എന്തെങ്കിലും അപരാധം കാണിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി എത്തി നോക്കാൻ കുറെ കഴിപ്പണം കെട്ടവന്മാരുണ്ട്. ഉള്ള കാര്യം പറയാമല്ലോ, പൈസ കൊടുത്ത് പോയി കാണാൻ കുറെ കഴിപ്പണം കെട്ടവന്മാരുണ്ട്. ഇവിടെ അക്കൗണ്ട് പോയപ്പോൾ എത്രയോമാർ 500-300 ഒക്കെ പോയെന്നറിയാവോ? അത് കണ്ടപ്പോൾ എനിക്ക് സമാധാനം. കാരണം കുറെ കാമക്കടുവകൾ ഇവളുമാരെയൊക്കെ ഫോളോ ചെയ്ത് അങ്ങോട്ട് വെച്ചിരുന്നല്ല, പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ 399 വെച്ചിട്ട് കുറെ എണ്ണത്തിന് 30,000 എണ്ണത്തിന്റെ പോയി. എനിക്ക് അതിൽ സന്തോഷമുണ്ട്. അത് സന്തോഷം തന്നെയാണ്. അമ്മമാരെ പൈസ പോയല്ലോ ഉള്ള സന്തോഷം. കാരണം അമ്മമാര് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനുള്ളത് കാണാൻ കിട്ടിയില്ല. എന്ത് അത് അങ്ങനെ മൂഞ്ചിയന്മാർ കുറെ എണ്ണുണ്ട്. നല്ലതാണ്, അതുപോലെ മൂഞ്ചാണ്, എല്ലാവരും മൂഞ്ചാണ്. ഈ പൈസ കൊടുത്ത് പോകുന്നവന്മാരെല്ലാം മൂഞ്ചാണ്. എന്തായാലും ചേച്ചി സങ്കടപ്പെടണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ചേച്ചി ഒരു വിപ്ലവ നായികയായിട്ട് തന്നെയാണ് ഞാൻ കണക്കിലെടുത്തിട്ടുള്ളത്. ചേച്ചി പൊടിക്കടങ്ങും. അങ്ങനെ വന്നൊരു ഫീച്ചർ ഞാനത് യൂസ് ചെയ്യേണ്ടുന്ന രീതിക്ക് യൂസ് ചെയ്ത് ഞാനത് ചെയ്ത്. ഇപ്പോൾ സ്ത്രീകളെ മാത്രം കുറ്റം പറഞ്ഞിട്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഈ സബ്സ്ക്രിപ്ഷന്റെ കേസിൽ ഒരുപാട് മീംസും ഫണ്ണും കോമഡിയൊക്കെ ഞാൻ കണ്ടു. ഇപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുരുഷന്മാർ, ഇപ്പം നമ്മുടെ ജിമ്മൻ ചേട്ടന്മാർ തന്നെ, ജിം റാറ്റ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ കേരളത്തിലെ ജിമ്മൻ ചേട്ടന്മാർ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ അവർ ഷെട്ടിയിട്ട് വീഡിയോസ് ഫോട്ടോസ് ഇടുന്നില്ലേ? അവരുടെ മസിൽ, അവരുടെ ചെസ്റ്റ് കാണിക്കുന്നില്ലേ? അവർ തൈസ് കാണിക്കുന്നില്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ജിമ്മന്മാരുണ്ട്. അപ്പൊ അതും ചർച്ച ചെയ്യണം. ഇത് മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്, അല്ലെ? സ്ത്രീകളെ മാത്രം നിങ്ങൾ അങ്ങനെ. അതെ, നമുക്ക് എന്തായാലും ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് ചർച്ച ചെയ്തിട്ട് പോവാം. ചേച്ചി അപ്പൊ ജിമ്മന്മാരെ കണ്ടുകൊണ്ട് ചേച്ചി അതാണല്ലോ ഉദ്ദേശിച്ചത്. സാധാരണ നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിക്കാറ്. ഞാൻ ഈ ജിമ്മിന്റെ പരിപാടിയൊക്കെ നേരിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഈ മത്സര കോമ്പറ്റീഷനൊക്കെ ലൈവായിട്ട് ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടുള്ള സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ മോശം ഒരു ഇന്റൻഷൻ തോന്നത്തില്ല. അങ്ങനെ ഒരു ഇന്റൻഷൻ ഇല്ല. അവിടെ മത്സരം, ഈ പറയുന്ന പോലെ മസിൽ, ബോഡി ബിൽഡിംഗ്, ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആയിട്ട് നമ്മൾ അതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ചേച്ചിയുടെ വീഡിയോസ് കണ്ട് ഇൻസ്പയർ ആയി നമ്മൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം ഫ്ലോപ്പ് ആവും, ജീവിതം അവതാളത്തിലാവും. ഇനി അതൊന്നും പോരാന്ന് വെച്ചിട്ട് ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് എന്നാ കിട്ടുന്ന കുറെ എണ്ണയും പുണ്ണാക്കും ചിലവാകും. അല്ലാണ്ട് നമുക്ക് വല്ല ലാഭം ഉണ്ടാകും, കുറെ എനർജി ലോസ് മാത്രം ഉണ്ടാകും. അല്ലാതെ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് എന്നാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ചേച്ചിക്ക് എങ്ങനെ തോന്നി ഇമാതിരി അപരാധ വീഡിയോകൾ ഇട്ടിട്ട് ജിമ്മന്മാരുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്?
കഷ്ടമുണ്ട് കേട്ടോ. ഇത് വളരെ കഷ്ടമാണ്, പുച്ഛമാണ്. അവര് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മസിലും ബോഡി ബിൽഡിങ് ചെയ്ത് വെച്ചിട്ട് അതൊരു മത്സരമാക്കി അല്ലെങ്കിൽ അതൊരു കോമ്പറ്റീഷൻ ആക്കി എടുത്ത് അവരുടെ ബോഡിയും ഹെൽത്തും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന് ചേച്ചിയെ പോലുള്ള ഒരാൾ വന്നിട്ട് പറയാണ് ജിമ്മന്മാര് ചെട്ടിയിട്ടോണ്ട് നിൽക്കുന്നില്ല, അതുകൊണ്ട് എനിക്കും ചെട്ടിയിട്ടോണ്ടിരിക്കുകയാണ്. ചേച്ചി ഒരു കാര്യം ചെയ്യും, നാളെ എനിക്ക് അടുത്ത പ്രാവശ്യം ജിമ്മന്മാരെ പരിപാടിക്ക് അനങ്ങാക്കുന്നില്ല, എവിടെയെങ്കിലും വരുന്ന സമയത്ത് അവിടെ ചേച്ചിയും പോയി നില്ല് ഇതാ എന്റെ പരിപാടി എന്ന് പറഞ്ഞ് മസിൽ വിത്ത് ബോഡി ഷോ എന്ന് പറഞ്ഞ അമ്മ കാണിക്കുമ്പം പൂക്കി എന്ന് പറഞ്ഞ് ചേച്ചി അങ്ങോട്ട് നില്ല്. ഞാൻ പറയുന്നില്ല, ചേച്ചി നില്ല്, നട റോഡിൽ പോയി നില്ല്. ഞാൻ ജിമ്മന്മാര് നിൽക്കുകയല്ല, ഞാനും നിൽക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി നില്ല് കോമ്പറ്റീഷനിലൊക്കെ. അങ്ങോട്ട് നില്ല്. എന്ത് പറ്റൂലേ? അങ്ങനെയും കൂടി ചേച്ചി ലൈവായിട്ടും കൂടി ആൾക്കാർ കാണട്ടെ എന്ന്. ജിമ്മന്മാരുടെയൊക്കെ ഷോകൾ ലൈവായിട്ടല്ലേ ആൾക്കാർ കാണുന്നേ. അതുപോലെ ചേച്ചി ലൈവായിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കൊടു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കാണട്ടെ, കുറച്ചുകൂടി വൈറലാവും, കുറച്ചുകൂടി നന്നായിരിക്കും. നമുക്ക് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ചിലപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടാൽ കിട്ടത്തില്ല. എന്റെ പൊന്നു ചേച്ചി, കുറെ കാമക്കടവുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് കുറെ കുണച്ച വീഡിയോ ഇടുന്ന ചേച്ചിക്കൊക്കെ ന്യായീകരിക്കാനായിട്ട് ജിമ്മന്മാരെ കണക്ട് ചെയ്യാനായി കിട്ടിയുള്ളൂ. ഇതിനേക്കാളും നല്ലത് ചേച്ചി ഞാൻ ഒന്നും പറയണില്ല. ഇഞ്ചു പോ. ഇത് ഏതോ സ്കൂളിൽ പഠിച്ചത് വരാൻ പോലും കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കഷ്ടം. സ്ത്രീ ശരീരത്തിലെ ഒരു പ്രോഡക്റ്റ് ആക്കിയാണ് അത്. നമ്മളൊന്നും അല്ല, കാലാകാലങ്ങളായിട്ട് ഈ അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ അങ്ങനെയുണ്ട്. അപ്പൊ നമ്മളത് ഡയറക്ട്ലി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ? ഞാനോ? അതായത് ഇപ്പൊ ഞാൻ ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫിറ്റ്നസിന്റെ ഒരു പ്രോട്ടീൻ പൗഡർ നമുക്ക് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ അവർ ചെയ്യുന്നത്? അതിപ്പോൾ ലേഡീസിനെ ആണെങ്കിലും ജെൻസിനെ ആണെങ്കിലും അവരുടെ ബോഡി പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവർ അത് സെല്ല് ചെയ്യുന്നത്. അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഇന്നർ വെയേഴ്സ് അത് സെല്ല് ചെയ്യുന്ന എങ്ങനെയാ മാർക്കറ്റിൽ? അല്ലാതെ ഒരു ചുരിദാർ എടുത്തിട്ട് വന്നിട്ട് ഇന്നർ വെയേഴ്സ് നമുക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് ചേച്ചി നടത്തുന്ന ഷെഡിയുടെ വല്ല പരസ്യമാണോ? അല്ലല്ലോ, ഷെഡിയുടെ പരസ്യമൊന്നും അല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ചേച്ചി പറയുന്ന ഓക്കെയാണ്. ചേച്ചി നടത്തുന്ന കുറെ കാമക്കടവുകൾ ഇവിടെ ഉണ്ട്, കുറെ അപരാധി മക്കള്, അതായത് കഴപ്പ് മൂത്ത കുറെ കടിയന്മാർ ഇവിടെ ഉണ്ട്. അവന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പൊടിപ്പും തുങ്ങലും കാണിച്ച് സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞ കാമക്കടവുകളെ തൃപ്തിപ്പെടുത്തുന്ന വെറും ഫാന്റസി വീഡിയോസ് ആണ് ചേച്ചി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പൊതുസമൂഹത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നാളെ വളർന്നു വരുന്ന പെൺകുട്ടികളെ അടക്കം എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്? എന്തെങ്കിലും ഒരു ക്വാളിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടാ ഇവര് കുഴപ്പമില്ല എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണ് ഉള്ളത്? എന്ത് നിലവാരമാണുള്ളത്? വന്നിരുന്ന് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകി കൊണയടിക്കാൻ ചേച്ചി ഉളുപ്പില്ലേ എന്ന് ചോദിക്കുന്നില്ല. ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നത് തെറ്റാണ്. എങ്കിലും സ്വയമേ ഒരു ഉളുപ്പാവാം. ഇത് വല്ലാത്ത ഒരു പ്രസ്ഥാനം തന്നെ അശ്വിനി ചേച്ചിയുടെ വിചാരം ചേച്ചി തന്നെയാണ് കിടിലം കെടുക്കാച്ചാന്ന്. ഒന്നും പറയാനില്ല. ജിമ്മിനെ കമ്പയർ ചെയ്യുന്നു, ഷെഡിയുടെ പരസ്യമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഒരു കാര്യം ചെയ്യെങ്കിൽ ഷെഡിയുടെ പരസ്യമായിട്ട് ചേച്ചി പോയി ലൈവായിട്ട് അഭിനയിക്ക്, അല്ലെങ്കിൽ ഷെഡിയുടെ പരസ്യമായിട്ട് പോയി എവിടെയെങ്കിലും നിൽക്ക്. ഇനി അതൊന്നും പറ്റൂല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജിമ്മന്മാര് അവിടെ കോമ്പറ്റീഷൻ നടത്തുമ്പോൾ അതിന്റെ നടുക്ക് ചേച്ചി നില്ല്. ഇതുപോലെ ഷെഡ് ഇട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് എന്നാ പറയാനാ ചേച്ചി? ഇത് എന്തായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത്? കുറച്ച് സാമാന്യ ബോധം ലോചിക്കും വേണ്ട ചേച്ചി. നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. ഞാൻ ഇതൊക്കെ പറഞ്ഞു തരത്തില്ലേ? ചേച്ചിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒരു മെസ്സേജ് ഇട്ടാ പോരെ, ഞാൻ ഇതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരത്തില്ലേ? എന്ത് പോയത്? അതങ്ങനെയാണ്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അല്ലാതെ അതിനെ സെക്ഷലൈസ് ചെയ്ത് കാണുന്ന നിങ്ങളുടെ മനസ്സാണ് പ്രശ്നം. അതെ, നമ്മുടെ മനസ്സാണ് പ്രശ്നം. അതായത് ജിമ്മന്മാരുടെ വീഡിയോസും കാര്യങ്ങളും അല്ലെങ്കിൽ അമ്മയുടെ കോമ്പറ്റീഷനിൽ അമ്മ ഷെഡിയിട്ടുണ്ട് വരുന്നത് നമ്മൾ അത് ആ ട്രാക്കിൽ കാണുന്നുണ്ട്. എന്നാൽ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞ കുറെ കാമക്കടവുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ഇട്ട് പൈസ ഉണ്ടാക്കുന്ന ചേച്ചിയെ നമ്മൾ മറ്റേ രീതിയിൽ കാണുന്നത് നമ്മുടെ മനസ്സിന്റെ കുഴപ്പമാണ്. മനസ്സിലായി ചേച്ചി? എല്ലാം മനസ്സിലായി. എല്ലാം ഈ അതുലേട്ടന് മനസ്സിലായി ചേച്ചി. ഒന്നും പണയാനില്ല, തൃപ്തിയായി, ഞാൻ കൃതാർത്ഥനായി. ഒന്നും ഇനി എനിക്ക് പറയുന്നില്ല. ചേച്ചി ജയിച്ചു, 100-ൽ 100 വാങ്ങി ജയിച്ചിരിക്കുകയാണ്. കഷ്ടം. ഈ ഭംഗി എന്ന് പറയുന്നത്, ഇപ്പം ശാരീരിക സൗന്ദര്യം എന്ന് പറയുന്നത് അത് മെലിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒരു ജിമ്മായിട്ടൊരു ഫിസിക്ക് വേണം, അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ കോൺഫിഡൻസ് ആണ്. അവരുടെ ശരീരം അവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് വേണ്ടുന്നത്. ചിലപ്പോൾ ചിലർ നല്ല വണ്ണമുള്ളവർ കാണും, പക്ഷെ അവർ എക്സ്പോസ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് അവരുടെ കോൺഫിഡൻസ്. അതായത് ഇവിടെ എക്സ്പോസ് ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കര കോൺഫിഡൻസ് ആണ്. അതുപോലത്തെ കോൺഫിഡൻസ് ഇവിടെ എല്ലാ പെണ്ണുങ്ങൾക്കും ഇനിയിപ്പോ വരണം അല്ലേ? അതായത് സ്വന്തം ശരീരം വിറ്റ് ജീവിക്കണം. കൊള്ളാം, നല്ല കോൺസെപ്റ്റ് ആണ് പബ്ലിക്കിലോട്ട് വെക്കുന്നത്. ആരുടെ ഇതിനെയൊക്കെ പിടിച്ചിരുത്തി ഇന്റർവ്യൂ എടുത്തത്? എനിക്ക് അതാണ് അറിയേണ്ടത്. ഈ ഇന്റർവ്യൂ എടുക്കുന്ന, ഉദ്ഘാടനം കൊടുക്കുന്നത് എല്ലാം നിങ്ങൾ കുറെ കാട്ട് ഷൊട്ടൊക്കെ കൊടുക്കത്തുള്ളൂ എന്ന് എന്തെങ്കിലും പ്രതിജ്ഞ ഉണ്ടാ? എന്നെ ആരെങ്കിലും വിളിയുടെ ഒരു ഇന്റർവ്യൂവിന് ഞാൻ വരില്ല കേട്ടോ. എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. കാരണം എറണാകുളത്ത്, കണ്ണൂരിൽ, കോഴിക്കോട് അങ്ങനെയൊക്കെയാണ് എന്നെ വിളിച്ചത്. എനിക്ക് ഇനി ഇത്ര വണ്ടി കയറി പോകാനൊന്നും വയ്യ. ചുമ്മാ എന്തിന് എൻ്റെ കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് ഞാൻ ഇന്റർവ്യൂവിന് പോകണം? വയ്യാത്തോണ്ടാ, വേറെ ഒന്നും വിചാരിക്കില്ല കേട്ടാ. എൻ്റെ പൈസ നഷ്ടം, എനിക്ക് ലാഭമില്ല, എയറിലും പോകും. എന്തിനു നാട്ടുകാർ വായിലിരിക്കണ കേൾക്കണം? അതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഓക്കെ, വാട്ടവർ. എന്തായാലും ചേച്ചി പൊളിച്ചു, ഒന്നും പറയാനില്ല.
ചേച്ചി ഇത്രയും വലിയൊരു കില്ലാടിയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്തായാലും ചേച്ചിയെ പോലെ ഒരു കില്ലാടിയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം. അല്ലാതെ അവർക്ക് മറ്റേ എന്തോ സെക്ഷുവലി അവർ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാണിക്കുന്നതല്ല. അവരത് കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ടാണ് അവരുടെ ശരീരം അവർ ഇപ്പം വണ്ണം ഉണ്ടെങ്കിൽ പോലും അവർ ബിക്കിനി ഇട്ട് അവർക്ക് നടക്കാൻ അവർ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ നടക്കട്ടെ. അതവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതിനെ നമ്മൾ മാനിക്കണം. ഓരോ വ്യക്തികൾക്കും അവർക്ക് പേഴ്സണൽ ചോയ്സ് എന്ന് പറയുന്ന ഒരു അതെ ഓരോ വ്യക്തികൾക്ക് പേഴ്സണൽ ചോയ്സ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എന്താ അപരാധം കാണിച്ചു കൂട്ടാനുള്ള റൈറ്റ്സ് അല്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യും, ബിക്കിനിയിട്ട് നടക്കുന്നവരൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് എന്നല്ലേ ചേച്ചി പറയാം. നാളെ വലുതാ എന്റെ വീട്ടിന്റെ ഇടയിൽ കൂടി ഇവിടെ കൂടി ചന്തയിൽ കൂടി പോകുന്ന വഴിക്ക് ചേച്ചി ഒന്ന് ബിക്കിനിയിട്ട് നടന്ന് കാണിച്ചു. ചേച്ചി അങ്ങ് വായത്താളം അടിച്ചു വിടല്ലേ പേഴ്സണൽ ചോയ്സ് മറ്റാണ് തേങ്ങയാണ് മാങ്ങയാണ് തൊലിയാണെന്ന്. എന്ത് കാട്ടപരാധം കാണിച്ചിട്ട് അത് പേഴ്സണൽ ചോയ്സ് ആണെന്ന് പറയുന്നതിൽ എനിക്ക് ഒരു അർത്ഥവും ഇല്ല, ഒരർത്ഥവും ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ എന്ത് തോന്നിയ വാസവും കാണിച്ചിട്ട് അതെന്റെ പേഴ്സണൽ റൈറ്റ് ആണ്, എന്റെ പേഴ്സണൽ കാര്യമാണ് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണ് ഇരിക്കുന്ന അശ്വിനി ചേച്ചിയായി? എല്ലാ കാട്ടപരാധങ്ങളും നമ്മളങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം, അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. നാളെ മുതൽ ഏവളെങ്കിൽ ഒരുത്തി അല്ലെങ്കിൽ ഏവനെങ്കിൽ ഒരുത്തി ഒന്നും ഇടാണ്ട് എവിടെ കൂടെയെങ്കിലും നടന്നു പോയാൽ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, നമ്മളതിൽ തലയിടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമുണ്ടോ? എന്തോന്നാണ് ഇത്? വിവരമില്ലായ്മ ഇങ്ങനെ കൊണ്ട് നടക്കാവോ? അതൊരു അലങ്കാരമൊന്നുമല്ല വിവരമില്ലായ്മ. ചേച്ചിയുടെ കാര്യം ഒരു ദിവസം നല്ല വൈറലായിട്ടൊക്കെ ഇങ്ങനെ തിളങ്ങിയൊക്കെ നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി കേസ് കൊടുത്തു, ഡിഫമേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചങ്കൂറ്റത്തോടെ ഒരു ബോൾഡായിട്ട് ആദ്യമായിട്ട് നമ്മുടെ പർപ്പിളിന്റെ വോയിസ് കേട്ട ഒരു ദിവസം ഉണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അതിന്റെ കൂടെ തന്നെ എന്നാൽ ആ ട്രാപ്പിന് ശേഷം അടുത്തൊരു ട്രാപ്പ് അശ്വിനിക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണോ ആ ഒരു ആർമിയുടെ ഒരു റീലിട്ട്, അത് സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് അത്തരത്തിലുള്ള റീൽസ് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ അത് അശ്വിനിക്ക് തന്നെ ഇത്ര പാരയാവുമെന്ന് കരുതിയോ? അത് എന്തെങ്കിലും സീരിയസ് കേസ് ഉണ്ടോ? കാരണം വെച്ചാൽ ഒരുപാട് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കണ്ടു ഇനി അങ്ങോട്ട് വീഡിയോ ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അങ്ങ് ചെയ്യത്തേ ഉള്ളൂ എന്ന്. എന്തെങ്കിലും സത്യമുണ്ടോ? അതായത് ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് അത് ഒരുപാട് നാൾ മുന്നേ ഇട്ടൊരു പോസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സെൻസേഷൻ ആയതിനു ശേഷമാണ് ആ പഴയ പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു വിഷയമാക്കി മാറ്റിയത്. അപ്പം അതിൻ്റെ അതാ വീഡിയോ ചെയ്തതിൻ്റെ ലീഗൽ സൈഡ് പറയാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പോലീസോ അല്ലെങ്കിൽ നിയമം പഠിച്ച ഒരാളൊന്നുമല്ല. ഈ വന്നിരുന്ന് റോസ്റ്റിംഗ് ചെയ്യുകയും ക്രിട്ടിസൈസ് ചെയ്ത് വീഡിയോ ചെയ്ത ആൾക്കാരും നിയമം പഠിച്ചൊരു വ്യക്തികളൊന്നും അല്ല. അതിനെപ്പറ്റി അത്ര ഡീപ്പായിട്ട് അത് ചേച്ചിക്ക് എങ്ങനെ അറിയാം? ചേച്ചിക്ക് വിവരവും ബോധവും പൊക്കണോ ഇല്ലെങ്കിൽ അതും ഓക്കെ. പക്ഷെ ബാക്കിയുള്ളവർ റിയാക്ട് ചെയ്തവർ എല്ലാവരും നിയമം പഠിക്കാതെയാണ് വന്നിരുന്ന് കൊണയടിച്ചതെന്ന് ചേച്ചിക്ക് എങ്ങനെ പറയാൻ പറ്റും? ചേച്ചിക്ക് ഉറപ്പുണ്ടോ? ചേച്ചി നമ്മൾ ആരെങ്കിലും വിളിച്ച് അന്വേഷിച്ചോ നമുക്ക് ഇതിന്റെ നിയമവശം അറിയാമോ ഇല്ലയോ എന്ന്? അതുകൊണ്ട് ചേച്ചി തള്ളുമ്പോൾ മയത്തി തള്ളു. നിങ്ങൾക്ക് ബോധം വിവരം പൊക്കണമല്ലോ എന്ന് വെച്ചാൽ നാട്ടിലുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ദാറ്റ്സ് റോങ് ബേബി. ഇറ്റ്സ് നോട്ട് ഫെയർ ബേബി. യു ആർ ഓക്കെ ബേബി. ഓക്കെ ബേബി. അപ്പം അങ്ങനെ എനിക്കെതിരെ ഒരാൾ അങ്ങനെ ആ ഒരു വീഡിയോയുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് അങ്ങനെ പോവും. പക്ഷേ അതിനെ വളച്ചൊടിച്ച് അലിഗേഷൻസ് പറഞ്ഞുണ്ടായിരുന്നു, ഇന്ന് ജയിലിൽ അല്ലെങ്കിൽ നാളെ ജയിലിൽ പോവും അല്ലെങ്കിൽ നാളെ മുതൽ ജയിലിലിരുന്നായിരിക്കും വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇപ്പം അലിഗേഷൻസ് നമുക്ക് ആരെ പറ്റി വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി വീഡിയോ ചെയ്യുകയാണ്. അതിന് നല്ല മാർക്കറ്റിങ്ങും ഉണ്ട്. അപ്പോൾ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ രാഷ്ട്രപതി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാഷ്ട്രപതിക്കെതിരെ വരെ അലിഗേഷൻസ് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു സത്യാവസ്ഥയില്ല, അതൊരു ഫേക്ക് ന്യൂസ് മാത്രമാണ്. ന്യൂസ് ഒന്ന് ഓർമ്മിപ്പിക്കാം. കാരണം എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഹോട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് അതവിടെ ബാൻ ചെയ്യും, അവരുടെ അക്കൗണ്ടൊക്കെ അങ്ങ് ബാൻ ചെയ്യും, റിമൂവ് ചെയ്യും എന്നൊക്കെ ഉണ്ട്. അത് കണ്ട് കുറേ പേര് ആശ്വസിക്കുന്നുണ്ട്. അത് കണ്ട് അയ്യോ അങ്ങനൊന്നും ചെയ്യല്ലേ, ആകെ കിട്ടിയതാണ് എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ അത് ഫേക്ക് ആണ്. അതെ രാഷ്ട്രപതി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നുള്ളത് ഫേക്കാണ്. അതും നമ്മുടെ രാഷ്ട്രപതിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഈ പോസ്റ്റേഴ്സ് അടിച്ചിറക്കുന്നത്. അപ്പൊ അത്രയും ഒരു ധൈര്യമാണ് ഇവർക്ക്. എന്തോ എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പൊ ചേച്ചി പറയുന്നത് അത് വെറും ഫേക്ക് ആണ്. നോക്ക്, ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിക്കട്ടെ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചേച്ചി എന്തായാലും വളരെ നന്നായിട്ട് പോവാ. ഇനിയിപ്പോൾ അടുത്ത സബ്സ്ക്രിപ്ഷൻ ഓണാകുമ്പോൾ നമുക്ക് തുടങ്ങണം. ഇങ്ങനെ ഇരിക്കരുത്. എന്നിട്ട് വേണം നമുക്ക് അടുത്ത് വല്ലതും പറയാം. 10 എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ സൊസൈറ്റിക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? അതെനിക്ക് ഒന്ന് ഉത്തരം തന്നതിനെ കൊള്ളായിരുന്നു. നാളെ വളർന്നു വരുന്ന തലമുറ അടക്കം നിങ്ങളെപ്പോലെ ഈ തോന്നിവാസത്തിലൂടെ ജീവിക്കണമെന്നാണ് നിങ്ങൾ മെസ്സേജ് കൊടുക്കുന്നത്. വെരി ബ്ലണ്ടർ അല്ലേ? ഇത്രയും ഫൂളിഷ് ആവരുത് ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ തൊലിക്കെട്ടിയില്ലാത്ത സാധനങ്ങളാകരുത്. പക്ഷെ എന്ത് കഷ്ടോടായത്. പക്ഷേ ബാൻ ചെയ്ത് ഇതിനെ എല്ലാത്തിനെയും പെടണം. കുറെ എണ്ണം ഉണ്ട് മെമ്പർഷിപ്പും സബ്സ്ക്രിപ്ഷനും എന്നൊക്കെ പറഞ്ഞു കിടന്ന അപരാധങ്ങൾ കാണിക്കുന്നത്. എല്ലാത്തിനും ബാൻ ചെയ്യണം, ഒറ്റ എണ്ണത്തിനെ വെച്ചേക്കല്ലേ. ഈ ഒരു വിഷയം ശരിക്കും പറഞ്ഞാൽ ആർമിയിലെ ഒരു ഉദ്യോഗസ്ഥന്റെ തന്നെ ID കാർഡ് കാണിച്ച് ആ ടോളിൽ നിന്ന് അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മൾ സിനിമയിൽ പല കാര്യങ്ങളും കാണുന്നുണ്ട്. നായകൻ വില്ലനെ വെട്ടിക്കൊല്ലുന്നു, അതുപോലെ ആൽക്കഹോൾ കൺസ്യൂമിങ്. അപ്പൊ ഒക്കെ അവരെന്താ ചെയ്യുന്നത്? അവരൊരു ഡിസ്ക്ലൈമർ വെക്കും. ആരും അതിനെതിരെ കേസ് കൊടുക്കാൻ, ഇപ്പൊ ഇല്ലീഗലാണല്ലോ ഒരാളെ കൊല്ലുക എന്നൊക്കെ പറയുന്നത്, പക്ഷെ ആരും അതിനെതിരെ കേസ് കൊടുക്കാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളും ഇപ്പോൾ ഒരു റീല് ചെയ്യുമ്പോൾ അതൊരു ആക്ട് മാത്രമാണ്. ആ വീഡിയോയുടെ പിന്നിൽ അതൊരു പ്ലാൻ ചെയ്ത് എടുക്കുന്ന ഒരു വീഡിയോ, അല്ലാതെ അത് ലൈവ് അല്ല. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി കാണും
അല്ലേ? അല്ലാതെ ഇപ്പം ഞാനിപ്പം ആർമി കാർഡ് കാണിച്ചാണ് ടോള് പാസ് ചെയ്തതെന്നോ അല്ലെങ്കിൽ എൻ്റെ കൂടെ ആർമിക്കാരൻ ഉണ്ടായിരുന്നെന്നോ ഒന്നും ഞാൻ അതിൽ പറയുന്നില്ല. അത് ജസ്റ്റ് അതിന് താഴെ ഞാൻ ഇറ്റ്സ് ജസ്റ്റ് എ ഫൺ റീൽ എന്ന് ഡിസ്ക്ലൈമർ ഓൾറെഡി. ഓക്കെ, എന്തായാലും ഫൺ റീൽ, ഫണ്ണ് അങ്ങോട്ട് ഫണ്ണ്, ചേച്ചിയുടെ ഫണ്ണ് കുറച്ച് കുറുമ്പ് കൂടുന്നുണ്ട്. അങ്ങനെയാണ് ചേച്ചി ഇത്തരം കുറുമ്പിലോട്ട് പോയി പെട്ടത്. ഇനി കിടന്ന് മെഴുകണ്ട ചേച്ചി, കുഴപ്പമില്ല. ഉണ്ടോന്നില്ലെങ്കിലും ജാനിൽ പോയില്ല, സന്തോഷമായില്ലേ? തിരിച്ചു കിട്ടട്ടെ, പെട്ടെന്ന് കിട്ടും, നോക്കിയിരുന്നാൽ മതി, കിട്ടും. ഓക്കെ, എന്തായാലും ചേച്ചിയുടെ സന്തോഷം ചേച്ചിയെ രക്ഷിക്കട്ടെ. ഇനിയിപ്പോ ഫണ്ണെങ്കിൽ ഫണ്ണ്. എന്തായാലും അന്ന് മാസ് BGM ഒക്കെ ഇട്ട് വലിയ മാസ് കാണിച്ചിറങ്ങിയല്ലോ. ഏതോ ആർമിക്കാരനും തിരിച്ച് റിപ്ലൈയും കൊടുത്തു, എക്സ് മിലിറ്ററിക്ക് മേജർ അങ്ങോട്ടായിരുന്നു. എന്തായാലും കൊള്ളാം, ചേച്ചിക്ക് കിട്ടാനുള്ള പണി പാലും വെള്ളത്തിൽ കിട്ടിയപ്പോൾ കിടന്ന് മെഴുകി ഉരുളുക. ഇനി കരയില്ലേ ചേച്ചി? ഇനി കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും. ഉള്ള കാര്യം പറയാം. അപ്പം പോലീസ് കേസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസ് വരുമ്പോൾ അത് ആ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിയോട് ഞാൻ പറഞ്ഞാൽ മതി. അല്ലാതെ അതൊരു ഇന്റർവ്യൂവിൽ വന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്നൊരു ദിവസം ഡിഫമേഷൻ എന്നൊക്കെ പറഞ്ഞ് വോയിസ് റൈസ് ചെയ്തിട്ട് ഇത്രയൊക്കെ ശബ്ദം അശ്വിനിക്ക് ഉണ്ടോ? ഈ ഒരു വീഡിയോസിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അശ്വിനിയെ. അപ്പം ശബ്ദമൊക്കെ കേട്ട് ഇത് ഒറിജിനൽ ആണ്, ഒന്നും അല്ല എന്ന് മനസ്സിലായതും പിന്നെ ആൾ അത്ര ചില്ലറക്കാരിയല്ല, കാണുന്ന എല്ലാവരെയും വെച്ച് തമ്പും വീഡിയോയും ചെയ്യുന്നതൊക്കെ എന്നെ വെച്ച് ചെയ്യണ്ട എന്ന് പറയുന്ന ഒരു ധ്വനിയും കൂടെ ആ ഒരു സംഭവത്തിലുണ്ടായിരുന്നു. അതെന്തായിരുന്നു ആ സംഭവം? എങ്ങനെയാണ് ഇത്രയും പ്രൊവോക്ഡ് ആയത്? അല്ല, അതിന് മുന്നേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയാണ്, എൻ്റെ വോയിസോ അല്ലെങ്കിൽ അതൊന്നും ആരും അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എൻ്റെ പ്രൊഫൈലിൽ. കാര്യം ഞാനൊരു റീല് ചെയ്തു പോകുന്നൊരു വ്യക്തിയാണ്. അല്ലാതെ ഞാൻ ആരെയും പറ്റിയിട്ട് വന്ന് എന്തെങ്കിലും കുറ്റം പറയാനോ അല്ലെങ്കിൽ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കെതിരെ ഒരു ഇത് തന്നെ. പിന്നെ ഇപ്പോൾ ഇത് ആദ്യമായിട്ടൊന്നും അല്ല, ഇതിന് മുന്നേ ഞാൻ പലർക്കെതിരെയും ഡിഫമേഷന് കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്കത് വേണ്ട നീതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീഡിയോ ഒക്കെ ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവയർനെസ് പോലെ തന്നെ കൊടുക്കാനായിരുന്നു. അതായത് നമുക്കിങ്ങനെ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഉണ്ടാവുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്കത്, സ്ത്രീകളെന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, പുരുഷന്മാർക്കെതിരെ ഉണ്ടാവുന്നുണ്ട് ഇങ്ങനെ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി കിട്ടും. നിങ്ങൾ പോവാണ്ടിരിക്കരുത്. ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും, ചിലപ്പോൾ പെട്ടെന്നാവും. അത് ഓരോ കേസിൻ്റെ ഇതനുസരിച്ചിരിക്കും അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ എനിക്കത് പെട്ടെന്ന് കിട്ടി. ഞാനത് വന്നിട്ട് കിട്ടി ഇപ്പൊ മൊത്തത്തിൽ കിട്ടിയില്ലേ? അവന്റെ പ്രാക്കം ഉണ്ടായിരുന്നിരിക്കും, അവനെ സ്റ്റേഷനിലിട്ട് കരയിപ്പിച്ചില്ല, അവന്റെ പ്രാക്കം ഉണ്ടായിരിക്കും. പിന്നെ ഞാൻ ചേച്ചിയുടെ പേഴ്സണൽ ലൈഫിലൊന്നും കയറാനും കിട്ടാനൊന്നും ഞാനില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും അപരാധം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു പറയാം. അതിപ്പം ചേച്ചിന്ന് മാത്രമല്ല, ആരായാലും കുറെ എണ്ണത്തിന്റെ അക്കൗണ്ട് പൂട്ടാനുണ്ട്. ഒരു ചെറിയ സാര അപർണ, ഇങ്ങനെ കുറെ എണ്ണത്തിന്റെ അക്കൗണ്ടുകൾ പൂട്ടാനുണ്ട്. എല്ലാത്തിനെയും പൂട്ടണം, ഒന്നിനെയും വച്ചേക്കില്ലേ? എന്താണ് ഇതൊക്കെ കാണിക്കുന്നത്? എടേ, ഇവിടെ കുറെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളുടെ അടുത്താണ് മെയിനായിട്ട് കേട്ടോ. ഈ ഫ്രസ്ട്രേഷൻ നടന്ന കടുവകളെ നിനക്കൊക്കെ ഇതിനൊക്കെ സൈറ്റിൽ പോയിട്ട് നല്ല വീഡിയോ കാണും, അന്തസ്സുണ്ട്. ഇമാതിരി അപരാധങ്ങൾ ഇരുന്ന് കാണാനും അത് സബ്സ്ക്രൈബ് ചെയ്ത് പൈസ കൊടുത്ത് വാങ്ങാനും എന്തിനാടാ? ആ പൈസക്ക് നിന്റെ വീട്ടിലുള്ള നിന്റെ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ പെങ്ങൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊടു. ഒരു ജോഡി ഡ്രസ്സെങ്കിലും എടുത്തുവിടും, അല്ലെങ്കിൽ 2 കിലോ അരിയെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അപ്പോൾ പറയും എൻ്റെ വേറെ പൈസ ഉണ്ട്, നല്ലോളം പൈസ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് കുറച്ചെടുത്ത് സബ്സ്ക്രൈബ് ചെയ്തത്. വല്ല പാവങ്ങൾക്കും കൂട്ടറാ, അന്തസ്സുണ്ട്. ആണുങ്ങളെ തന്നെയാണ് ഞാൻ പറയുന്നത്. ആണുങ്ങളുടെ വില കളയരുത്. കാരണം കുറെ കാമക്കടവുകളുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും ഇരുന്ന് തൃപ്തിപ്പെട്ടോണ്ടിരിക്കുന്നു. ഇവളെയൊക്കെ മൂടുകൾ താങ്ങിക്കൊണ്ട് നാണമില്ലാടാ എനിക്ക് ആണുങ്ങളുടെ വില കളയാനായിട്ട്. ആ പൈസ വല്ല പിച്ചക്കാർക്കും കൊണ്ട് കൂട്ടറാ. അവർ ഒരു നേരത്തെ ആഹാരം വാങ്ങി തിന്നിട്ട് കൈയെടുത്ത് കുമ്പിടും. അനുഗ്രഹമെങ്കിലും നിന്റെ തലയിലുണ്ടാവും. സത്യം പുച്ഛമാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് കുറെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറെ അപരാധി മക്കൾ. കൂടുതലൊന്നും പറയാല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൻ വേണ്ടി പുതിയൊരു വീഡിയോ ആണ്.